ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ഓഹരി വിപണികൾ തിരുത്തൽ പാതയിൽ. HCL ടെക്കും വിപ്രോയും ടെക് മഹീന്ദ്രയും അടക്കമുള്ള IT ഓഹരികൾക്ക് നഷ്ടം. BSE മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ നേരിയ നേട്ടത്തിൽ. 3 ട്രില്യൺ ആസ്തിയിലെത്തുന്ന ടാറ്റ ഗ്രൂപ്പിലെ മൂന്നാമത്തെ കമ്പനിയായി ടാറ്റ മോട്ടോഴ്സ്. ഭക്ഷ്യ എണ്ണ വ്യവസായത്തിന് ആശ്വാസം. പാം, സോയാബീൻ, സൂര്യകാന്തി എണ്ണകളുടെ ഇറക്കുമതി തീരുവ 2025 മാർച്ച് 31 വരെ നീട്ടി. തീരുവ നീട്ടുന്നത് ആഭ്യന്തര ഉൽപാദകരെ സഹായിക്കും. വ്യാഴാഴ്ച മുതൽ ആൽക്കഹോൾ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുവായ മൊളാസസിന് 50% കയറ്റുമതി തീരുവ. രാജ്യത്തെ മെഡിക്കൽ ഉപകരണങ്ങളുടെ കയറ്റുമതിയിൽ വർധന. 2022 നവംബർ മുതൽ 2023 ഒക്ടോബർ വരെ രേഖപ്പെടുത്തിയത് 21% ഉയർച്ച. മെഡ്ടെക് വ്യവസായം 85% ഇറക്കുമതിയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് കണക്കുകൾ. ഏറ്റവും അധികം ഇറക്കുമതി അമേരിക്ക, ജർമ്മനി, നെതർലൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്ന്. AI വ്യാവസായിക വിപ്ലവത്തിന് സമാനമായ മാറ്റമെന്ന് BCG മേധാവി നീരജ് അഗർവാൾ. ആരോഗ്യ സംരക്ഷണ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ AIക്ക് കഴിയും. ഭാവി സാങ്കേതിക വിദ്യകൾ രൂപീകരിക്കുന്നതിൽ US, ഇന്ത്യ, ചൈന T3 കൂട്ടായ്മ സംഭാവന നൽകുമെന്നും ലോക സാമ്പത്തിക ഫോറത്തിൽ പരാമർശം. ആഗോളവൽക്കരണത്തിന്റെ പൊതുരൂപമായി GO വരുമെന്ന് നീരജ് അഗർവാൾ. ആഗോള നിക്ഷേപകരുടെ പ്രിയപ്പെട്ട നിക്ഷേപ കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്. ഇന്ത്യയുടെ നിക്ഷേപ വഴക്കവും അവസരങ്ങളുടെ ധാരാളിത്തവും വിദേശ നിക്ഷേപകർ അംഗീകരിച്ചെന്ന് വിലയിരുത്തൽ. ചൈനയെ അപേക്ഷിച്ച് നിർണായക നേട്ടങ്ങൾ ഇന്ത്യ നേടിക്കഴിഞ്ഞെന്നും NK സിംഗ്. രാജ്യത്തെ GDP ഇരട്ടാക്കം കടക്കുന്നതിനുള്ള പാതയിലെന്നും ദാവോസ് ലോക സാമ്പത്തിക ഫോറത്തിൽ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ബിസിനസ് യാത്രകൾക്ക് ഊർജ്ജം പകരാൻ ചെന്നൈ, ബംഗളൂരു, മൈസൂരു അതിവേഗ റെയിൽപാത. 435 കിലോമീറ്റർ അതിവേഗ പാത വരുന്നതോടെ ഇരു തലസ്ഥാനങ്ങൾക്കുമിടയിലെ യാത്രാസമയം 2 മണിക്കൂറിൽ താഴെയായി ചുരുങ്ങും. റൂട്ടിൽ 9 സ്റ്റോപ്പുകൾ. സർവേയ്ക്കടക്കം കരാർ നൽകിയെന്ന് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ. DPR ഉടൻ പ്രസിദ്ധീകരിക്കും. ഓഹരി വിപണിയിൽ നിന്ന് നല്ല വാർത്തകളും വരുന്നുണ്ട്. ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരികൾ ഇന്ന് 28% കൂടി. വരുമാനം 34.7% കൂടിയെന്ന വാർത്ത. അതേപോലെ തന്നെ ബാങ്കിന്റെ നിഷ്ക്രിയ ആസ്തികൾ കുറഞ്ഞു, കിട്ടാക്കടം കുറഞ്ഞു എന്ന വാർത്ത വന്നതും തുണയായി. ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഓഹരി ഉടമകൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. 120 രൂപ വരെ ഓഹരി ഒന്നിന് ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചു. ആസ്റ്റർ DMന്റെ പുറത്തുള്ള, അതായത് വിദേശ ബിസിനസ് ഒഴിവാക്കാൻ, അതായത് അത് വേർപെടുത്താനുള്ള ഒരു തീരുമാനമുണ്ടായി. ആ വേർപെടുത്തലിന് ശേഷമാണ് ഈ ഒരു പുതിയ ഡിവിഡൻഡ് ഓഹരി ഉടമകൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ ഓഹരി ഉടമകൾക്ക് ഓഹരി ഒന്നിന് 120 രൂപ വരെയാണ് ഇപ്പോൾ ഡിവിഡൻഡ് ലഭിക്കുന്നത്. ഇനി നമ്മൾ ദേശീയ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടർച്ചയായ ആ ഒരു റെക്കോർഡിട്ട ഒരു നേട്ടത്തിന് ശേഷം വിപണി ഒരു തിരുത്തലിന്റെ പാതയിലാണ്. നന്നായിട്ട് ഓടി വരുമ്പോൾ നമ്മളൊന്ന് വീണൊക്കെ മുട്ടുപൊട്ടുന്നത് പോലെ ആ തിരുത്തൽ പാതയിലാണ്. 22,013 ദേശീയ ഓഹരി വിപണി 84 പോയിന്റ് താഴ്ന്ന വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നേട്ടത്തിലായിരുന്ന നിഫ്റ്റി ബാങ്കും നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളും ഇന്ന് നഷ്ടത്തിലാണ്. നിഫ്റ്റി ബാങ്ക് 48 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് 24 പോയിന്റും താഴ്ന്നാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ ഓഹരി വിപണിയിലേക്ക് ഇവിടെ ഒരു ആശ്വാസ വാർത്തയുള്ളത് ആ 22,000 73,000 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് രണ്ട് വിപണികളും താഴുന്നില്ല. ആ പോയിന്റിൽ നിന്ന് താഴുന്നില്ല എന്നതൊരു നല്ല കാര്യമാണ്. BSE സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് 72,992 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. 335 പോയിന്റ് താഴ്ന്നാണ്. ഡോളറിനെതിരെ രൂപയ്ക്കും ഇന്ന് ഒരല്പം കരുത്തു കുറഞ്ഞ ദിവസമായിരുന്നു. ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് 82 രൂപ 96 പൈസ എന്ന നിലയിലാണ്. നമുക്ക് നമ്മുടെ അതിഥിയുണ്ട്. ശ്രീ പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കൊരു ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയാവുന്ന ദിവസം തന്നെയല്ലേ? ആ തുടർച്ചയായിട്ടുള്ള ഒരു കയറ്റത്തിന് ശേഷം ഒരു ബ്രേക്ക്, അത് മാത്രമായി ഇതിനെ കരുതിയാൽ പോരെ? അതെ, ഗുഡ് ആഫ്റ്റർനൂൺ. അതെ, ഞാൻ കാലത്ത് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസം നല്ല റാലി, പുതിയ ന്യൂ ഹൈകളും 2 ദിവസവും അടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ ഒരു ഇൻട്രാഡേ കറക്ഷൻ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും 22,000 ലെവല് നല്ല സപ്പോർട്ടായിട്ട് ഇൻട്രാഡേയിൽ 22,124 വരെ കയറിയെങ്കിലും ഇപ്പോൾ വീണ്ടും 22,000 ലെവല് നല്ല സപ്പോർട്ടായിട്ട് തന്നെയാണ് നിഫ്റ്റിയിൽ നിൽക്കുന്നത്. ഈ ലെവലിലെ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് കാലത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. മറ്റൊരു പ്രത്യേകത, LIC അതായത് IPOയ്ക്ക് ശേഷം ഏകദേശം 530 വരെ താന്നിരുന്നു. എന്നാൽ ഇന്ന് തിരിച്ച് 900 എന്നുള്ള ലെവലിലേക്ക് LIC ടച്ച് ചെയ്തു.
ഇൻവെസ്റ്റേഴ്സിന് അത് പ്രത്യേകിച്ച് IPO-യിലെല്ലാം പങ്കെടുത്തവർക്ക് വളരെ നല്ലൊരു ആശ്വാസമാണ് അത്. ഇന്ന് IT സ്റ്റോക്സ് താഴെ തന്നെയാണ് നിൽക്കുന്നത്. ജിയോ ഫിനാൻഷ്യൽ സർവീസസ് 6% താഴെ പോയി. ഇന്നലെ അതിൻ്റെ ക്വാർട്ടറിൽ റിസൾട്ട് വന്നിരുന്നത് മോശമായിരുന്നു. അതിന് പ്രകാരം അതൊരു 6% താഴെ പോയിട്ടുണ്ട്. കേരള കമ്പനികളിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് 4%, ആസ്റ്റർ മെഡിസിറ്റി 8% ഉയർന്നു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് ഇന്ന് പ്രധാനമന്ത്രിയുടെ അനൗൺസ്മെന്റ് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അതും 3% മുകളിൽ ആയിട്ട് അതും ഒരു ഓൾ ടൈം ഹൈ ആയ 808 ടച്ച് ചെയ്തിട്ട് താഴെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എന്തായാലും നിക്ഷേപകർക്ക് നല്ല സമയമാണെന്ന് തോന്നുന്നു. താങ്ക് യു ശ്രീ പോൾ തോമസ്. നമ്മുടെ ദേവികാദേവി പറയുന്നുണ്ട് മാർക്കറ്റിൽ പോകാൻ പണമില്ല പിന്നെ എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിക്കരുത്. 500 രൂപയ്ക്ക് നമുക്ക് നിക്ഷേപം നടത്താം. ഇപ്പോൾ തന്നെ ഈ LIC ഓഹരിയുടെ കാര്യം കേട്ടില്ലേ, 540 വരെ താഴ്ന്ന ഓഹരിയാണ് ഇന്ന് 900 രൂപ. ഒരു ഓഹരിയിലാണ് 360 രൂപ ലാഭം കിട്ടുന്നത്. അപ്പോൾ 500 രൂപയ്ക്ക് നമുക്ക് വ്യാപാരമൊക്കെ നടത്താം. അതുകൂടെ ചിന്തിക്കുക. സാമ്പത്തിക വാർത്തകൾ കൂടി കേൾക്കുക. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വൈകുന്നേരം 4:45 വീണ്ടും കാണാം. ബാക്ക് ടു ഹാഷ്മി.